ആദ്യ സിനിമ അപ്ഡേറ്റ് തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെയാണ്. നമ്മുടെ ജീവനായകനായിട്ട് പുറത്തിറങ്ങിയ PTT എന്ന സിനിമയ്ക്ക് ശേഷം മറ്റൊരു സിനിമ അനൗൺസ്മെന്റ് പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രം. ഡയറക്ഷൻ റാ വെങ്കട്ടാണ്. പ്രൊഡക്ഷൻ ഹൗസ് ലാർക്ക് സ്റ്റുഡിയോസ് ആണ്. നമ്മുടെ സൂര്യ അഭിനയിച്ച ഗരുഡൻ, മാമൻ എന്നീ സിനിമകളുടെ പ്രൊഡക്ഷൻ ഹൗസ് ആണ്. എന്തായാലും പടത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത മാസം മധുരയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കോളിവുഡിൽ നിന്ന് വരാൻ പോകുന്ന ജീവയുടെ അടുത്ത സിനിമയ്ക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയാണ്. നമ്മുടെ ലാലേട്ടന്റെ വരാൻ പോകുന്ന സിനിമയാണ് L367 എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. സിനിമ പ്രീ പ്രൊഡക്ഷൻ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പടത്തിന്റെ ഷൂട്ടിംഗ് ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യ വാരം തുടങ്ങുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പടത്തിന്റെ ഷൂട്ടിംഗ് അങ്ങ് വിദേശത്താണ്, ജോർജിയയിലാണ് പടത്തിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മറ്റ് ലാംഗ്വേജസിലെ ആക്ടേഴ്സ് പടത്തിൽ പ്രധാന വേഷങ്ങളിൽ വരുന്നു എന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഈവൻ സിനിമ ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും സിനിമയുടെ മ്യൂസിക് കമ്പോസർ ആണെങ്കിലും ഔട്ട്സൈഡ് ഇൻഡസ്ട്രിയിൽ നിന്നാണ് കേൾക്കാൻ സാധിക്കുന്നതിലും ഗംഭീരമായ ഒരു പ്രൊജക്റ്റാണ് ക്രൂ മെമ്പേഴ്സ് പ്ലാൻ ചെയ്യുന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സുരയുടെ മന്നാടി എന്ന സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് അങ്ങനെ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയിലെ മ്യൂസിക് കമ്പോസിംഗ് GV പ്രകാശ് ആണ്. മതിമാരനാണ് സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. പടത്തിന്റെ റിലീസ് ഡേറ്റ് ഈ വരുന്ന സെപ്റ്റംബർ മാസമാണ്. സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്ക് 4-ാം തീയതിയാണ് സിനിമ ഈ വർഷം തിയേറ്റർ റിലീസ്. നമ്മുടെ മന്നാടി എന്ന തമിഴ് സിനിമ എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ സുരൈ, സത്യരാജ്, മഹിമ അതുപോലെ തന്നെ സുഹാസ് അഭിനയിച്ച ഒരു തമിഴ് സിനിമയുടെ റിലീസിനായിട്ട്. നമ്മുടെ അടുത്ത അപ്ഡേറ്റും തമിഴ് തന്നെയാണ്. ജയിലർ 2 ഋത്തിക് റോഷൻ വരുന്നു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേമിയോ റോൾ ആയിട്ട് SRK എന്നാണ് ആദ്യം കേൾക്കാൻ സാധിച്ച ഒരു ബസ് അപ്ഡേറ്റ്. ഇപ്പൊ കേൾക്കാൻ സാധിക്കും നെൽസൺ സംവിധാനത്തിൽ വരുന്ന ജയിലർ 2 ഋത്തിക് റോഷൻ ആണ് വരാൻ പോകുന്ന ബോളിവുഡിൽ നിന്ന്. എന്തായാലും നിലവിലെ ഒരു ടെസ്റ്റ് ഷൂട്ടിംഗ് നടന്നു എന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. 22-ാം തീയതി 23-ാം തീയതി ആയിട്ട് ജൂൺ ഈ മാസം ചെന്നൈയിൽ വെച്ചിട്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ജയിലർ 2 നമ്മുടെ ഋത്തിക് റോഷൻ, രജനികാന്ത് ഫ്രെയിം ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കും മക്കളെ, സൂപ്പർബ് തന്നെ ആയിരിക്കും. അടുത്ത അപ്ഡേറ്റ് തമിഴിൽ തന്നെയാണ്. സൂര്യ 47 നമ്മുടെ നെസ്ലിന്റെ പിറന്നാൾ ദിനമാണ് ഇന്നലെ. അതുകൊണ്ട് പിറന്നാൾ ദിനമായിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ പോസ്റ്റർ സിനിമയുടെ ടീമിന്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങി. അത് മാത്രമല്ല സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു ലൊക്കേഷൻ സ്റ്റിൽ ലീക്ക് ആയിട്ടുണ്ട്. നമ്മുടെ സൂര്യ അതുപോലെ തന്നെ നസ്രിയ എന്നിവരൊക്കെയാണ് കാണാൻ സാധിക്കും. സൂര്യയുടെ ആ ഒരു ഹെയർ കട്ട് സൂപ്പർ ആയിട്ടുണ്ട് ഈ ഒരു പടത്തില്. സുഷിൻ ശ്യാമാണ് പടത്തിലെ മ്യൂസിക്. നമ്മുടെ സൂര്യൻ, നസ്രിയൻ, നെസ്ലിനൊക്കെ എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങളില്. ജിത്തു മാധവനാണ് സിനിമയിലെ സംവിധായകൻ. എന്തായാലും പടത്തിന് ഷൂട്ടിംഗ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ അപ്ഡേറ്റിനായിട്ട്. നമ്മുടെ ജോമോൻ ജ്യോതിർ അതുപോലെ തന്നെ നമ്മുടെ അലനും കൂടിയിട്ട് പുതിയൊരു സിനിമ അനൗൺസ്മെന്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രധാന വേഷങ്ങൾ വരുന്ന പൂച്ച സാർ എന്നാണ് പടത്തിന് പേര് നൽകിയിരിക്കുന്നത്. ഡയറക്ഷൻ നമ്മുടെ രജീവനായിരിക്കും. പ്രൊഡക്ഷൻ ഹൗസ് MRK ജയറാം ആണ്. തിരക്കഥ നമ്മുടെ ADJ ആണ്. പടത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും പൂച്ച സാർ എന്ന സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വാഴ 2 സിനിമയ്ക്ക് ശേഷം നമ്മുടെ അലന് പുതിയൊരു പ്രൊജക്ട് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ജോമോനായിട്ട് നമ്മുടെ പൂച്ച സാർ എന്ന സിനിമയിലൂടെ കാത്തിരിക്കുക ചെയ്യാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ശിവകാർത്തികേയന്റെ ഏറ്റവും പുതിയ സിനിമയായ നമ്മുടെ സിയോൺ സിനിമയുടെ ആണ്. പടത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സന്തോഷ് നാരായൺ ആണ് സിനിമയിൽ മ്യൂസിക് കമ്പോസിങ് ചെയ്യുന്നത്. ഡയറക്ഷൻ നമ്മുടെ ശിവകുമാർ മുരുകേഷിനാണ്. തായ്ക്കളവി സിനിമയുടെ സംവിധായകനാണ്. പടം റിലീസ് പ്ലാൻ ചെയ്യുന്നത് അടുത്ത വർഷം ആദ്യ വാരമായിട്ടാണ്. ഇതും ഓൾമോസ്റ്റ് ഡിവോഷണൽ കൊമേഴ്ഷ്യൽ സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ശിവകാർത്തികേയന്റെ സിയോൺ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് ആൽഫ സിനിമേന്റെയാണ്. നമ്മുടെ ഇന്ത്യ എന്നൊരു ബലരീന ലെവല് സിനിമ വരുന്നു എന്ന് പറഞ്ഞ് ഞെട്ടൊന്നും വേണ്ട. നമ്മുടെ ജോൺ വിക്കിന്റെ ഒരു യൂണിവേഴ്സിൽ എന്ന സിനിമയാണ് ബലറീന, ഹോളിവുഡിൽ നിന്ന്. അതിനൊരു ഇന്ത്യൻ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ആലിയ ഭട്ടാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. ആൽഫ എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. കിഡിലൻ ടീസറാണ് പുറത്തിറങ്ങിയത്. ശിവ റവാലിയാണ് സിനിമ സംവിധാനം ചെയ്തത്. റെയിൽ മാൻ എന്ന സിനിമയുടെ ഡയറക്ടറാണ്. കണ്ടിട്ട് ടീസർ അത്യാവശ്യം നല്ലൊരു സ്പൈ യൂണിവേഴ്സ് സിനിമയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോബി ഡിയോൾ ആണെങ്കിലും കിഡുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജൂലൈ 20 പടത്തിന്റെ തിയേറ്റർ റിലീസ് ഈ വർഷം. കാത്തിരിക്കാം നമുക്ക്. ബാലൻ സിനിമയിൽ സെൻസർ ബോർഡ് അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. 2 മണിക്കൂർ 27 മിനിറ്റ് ആണ് പടത്തിന്റെ കംപ്ലീറ്റ് റൺ ടൈം. UA/A സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചത്. പടം ജൂൺ 19 റിലീസ് പ്ലാൻ ചെയ്യുന്നത്. സുഷിൻ ശ്യാമാണ് മ്യൂസിക്. ജിത്തു മാധവനാണ് പടത്തിന്റെ തിരക്കഥാകൃത്ത്. ഡയറക്ഷൻ നമ്മുടെ ചിദംബരമാണ്. KVN പ്രൊഡക്ഷൻ ഹൗസ് ആണ് സിനിമയുടെ നിർമ്മാതാക്കള്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ദ ബാൽ എന്ന സിനിമയുടെ റിലീസിനായിട്ട്. പടത്തിന്റെ കൗണ്ട് ഡൗൺ പോസ്റ്റേഴ്സ് നിലവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഖലീഫ സിനിമേന്റെ തന്നെയാണ്. ഖലീഫ സിനിമയുടെ ടീം അങ്ങ് ദുബായിലോട്ട് പറഞ്ഞിരിക്കുകയാണ്. പടത്തിന്റെ ഫസ്റ്റ് ഷൂട്ടിംഗ് ജൂൺ 12 അങ്ങനെ സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഒരാഴ്ചക്ക് ഉണ്ടാവുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് പടത്തിന്റെ ദുബായ് ഷെഡ്യൂള്. അതിനുശേഷം പടത്തിന്റെ അടുത്ത ഷെഡ്യൂൾ വരാൻ പോകുന്ന അങ്ങ് നേപ്പാളിലോട്ടായിരിക്കും. എന്തായാലും സിനിമയുടെ പകുതി ടീം നേപ്പാളിലോട്ട് പോയിട്ടുണ്ട്. എന്തായാലും അടുത്ത ഷെഡ്യൂളിന്റെ
വർക്കിനായിട്ട്. എന്തായാലും പടം ഈ വരുന്ന ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് 20 തന്നെയാണ് കൺഫേം പ്ലാന്. പടത്തിന്റെ ടീമിന്റെ ഷൂട്ടിംഗ് ഒക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. കാത്തിരിക്കും നമുക്ക് നമ്മുടെ വൈശാഖ് ഡയറക്ഷനിൽ വരുന്ന പൃഥ്വിരാജ് ഖലീഫ സിനിമയ്ക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് അതിമനോരം എന്ന് പറഞ്ഞ മലയാള സിനിമേന്റെയാണ്. നമ്മുടെ അതിമനോരം സിനിമയുടെ നിലവിലെ ഷെഡ്യൂൾ ഈ വരുന്ന ജൂൺ മാസം 18 അവസാനിക്കാൻ പോവുകയാണ്. അതിനുശേഷം പടത്തിന്റെ കംപ്ലീറ്റ് ഷൂട്ടിംഗ് അവസാനിക്കാൻ പോകുന്ന ജൂലൈ മാസം 31 എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പടം നിലവില് ഒക്ടോബർ റിലീസ് അല്ല, നവംബർ റിലീസ് എന്നാണ് കേൾക്കാൻ സാധിക്കും. ലാലേട്ടൻ തൊരൻമൂർത്തി സിനിമ, ജേക്സ് വിജയാണ് സിനിമയിലെ മ്യൂസിക് കമ്പോസിങ്. എന്തായാലും നല്ലപോലെ കട്ട വെയിറ്റിംഗ് തന്നെയാണ് നമ്മുടെ മീര ജാസ്മിൻ അതുപോലെ തന്നെ ലാലേട്ടൻ അഭിനയിക്കുന്ന നമ്മുടെ അതിമനോഹരം സിനിമയ്ക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് വരവ് സിനിമേന്റെ റിലീസ് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. സിനിമ മെയ് മാസം 1 ആയിരുന്നു ആദ്യം റിലീസ് പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പൊ ജൂൺ 12 തീയതിന്നും പടം റിലീസ് മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ ഷാജി കൈലാസ് ഡയറക്ഷനിൽ വരുന്ന ഒരു സിനിമയാണ്. ജോസ് ജോർജ് അഭിനയിച്ച് വരുന്ന വരവ്. സാം മെസ്സിയൊക്കെയാണ് മ്യൂസിക്. എന്തായാലും പുതിയ റിലീസിനായിട്ട് കാത്തിരിക്കുന്നത് ചെയ്യാം. നമുക്ക് കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് കൺബുക്ക് ചെയ്യപ്പെടുത്തുക.